Dear children, Chapter 1-ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമുക്ക് 2019 ജൂണിൽ നടന്ന സേ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഡൊണേഷൻ ഫോർ ടൂർണമെന്റ് ഫണ്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ റവന്യൂ റെസിപ്റ്റ്, ബി ക്യാപിറ്റൽ റെസിപ്റ്റ്, സി റവന്യൂ എക്സ്പെൻഡിച്ചർ, ഡി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്താണ് ഡൊണേഷൻ ഫോർ ടൂർണമെന്റ് ഫണ്ട്? അതായത് ടൂർണമെന്റ് ഫണ്ടിലേക്ക് കിട്ടിയ സംഭാവന അതെന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നതിൽ ഏതിന് ഉദാഹരണമാണ്? ഡൊണേഷൻ. അപ്പൊ ഇത് റെസിപ്റ്റ് ആണെന്ന് മനസ്സിലായില്ലേ? ഇനി എന്ത് റെസിപ്റ്റ് ആണിത്? റവന്യൂ റെസിപ്റ്റ് ആണോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആണോ? ഇവിടെ പ്രത്യേക പർപ്പസിന് വേണ്ടി ടൂർണമെന്റ് നടത്തുന്നതിന് വേണ്ടി കിട്ടിയിരിക്കുന്ന ഡൊണേഷൻ ആണ്. അപ്പൊ ഇത് എന്ത് റെസിപ്റ്റ് ആണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് റവന്യൂ റെസിപ്റ്റ് അല്ല, ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ പോകേണ്ട ഐറ്റം ആണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു 4 സ്കോർ ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദീപം ആർട്സ് ക്ലബ് calculate the amount of salary to be debited to income and expenditure account for the year ended 31st March 2018. ദീപം ആർട്സ് ക്ലബിന്റെ താഴെ തന്നിട്ടുള്ള ഇൻഫോർമേഷനിൽ നിന്നും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട സാലറിയുടെ എമൗണ്ട് കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിക്കേണ്ട എന്താണ്? ദ എമൗണ്ട് ഓഫ് സാലറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സാലറിയാണ്, എക്സ്പെൻഡിച്ചർ ആണ്, അതുകൊണ്ട് അത് ഡെബിറ്റ് ചെയ്യേണ്ടതാണല്ലോ. നമുക്ക് ആദ്യം ഇതിന്റെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഒന്ന് സെറ്റ് ചെയ്യാം. എൻഡ് ചെയ്യുന്നത് 31st March 2018 ആണ്. അപ്പോൾ ഈ അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുന്നത് എന്നായിരിക്കും? 1st April 2017 ടു 17ലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അക്കൗണ്ടിങ് ഇയർ എന്ന് പറയുന്നത് 1st April 2017 ടു 31st March 2018. ഇതാണ് നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ടോട്ടൽ സാലറി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2017-18 2017-18 സാലറി ഇനത്തിൽ ആകെ കൊടുത്തിട്ടുള്ള തുക 87,000. അപ്പൊ നമുക്ക് ഇതിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ആകെ മുടക്കിയിരിക്കുന്നത് 87,000. അപ്പൊ ഇതിൻ്റെ അകത്ത് അഡ്വാൻസ് കൊടുത്തിട്ടുള്ളത് ഉണ്ടാകാം, ഇനി ഔട്ട്സ്റ്റാൻഡിങ് ഇനിയും കാണും. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st March 2017. നോക്കിക്കേ, 31/3/2017 സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 31/3/17 എന്ന് പറയുമ്പോൾ ഏത് വർഷമാണ്? ഇത് 1/4 ആരംഭിക്കുന്നത്. അതിന്റെ തൊട്ട് മുന്നേ ഉള്ള ഡേറ്റ് ആണ് അല്ലെ? ഇപ്പൊ 31/3/17 അഡ്വാൻസ് ആയിട്ട് പേ ചെയ്തു എന്ന് പറയുമ്പോൾ, അതായത് ഈ ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഏത് ഇയർലി ആണ്? ഈ കറണ്ട് ഇയർലി അല്ലേ ഇവിടെ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 31 മാർച്ചിൽ അഡ്വാൻസ് ആയിട്ട് 19,000 രൂപ സാലറി കൊടുത്തു. അതായത് ആരെങ്കിലും അത്യാവശ്യം ചോദിച്ചു കാണും സാലറി, അപ്പോൾ മാർച്ചിൽ കൊടുത്തു. ഏപ്രിലിലെ അടുത്ത മാസത്തെ സാലറി മുൻകൂർ കൊടുത്തിരിക്കുന്നതാണ് അല്ലേ? അപ്പൊ അതെന്ന് പറയുന്നത് കറണ്ട് ഇയർലി അല്ലേ? അപ്പൊ ഈ 19,000 എന്ന് പറയുന്നത് കറണ്ട് ഇയറിലെ സാലറിയാണ് അല്ലേ? അപ്പൊ അത് ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ഐറ്റമാണ്? ആഡ് ചെയ്യേണ്ട ഐറ്റം ആണെന്ന് മനസ്സിലായി. കറണ്ട് ഇയറിലെ അല്ലേ? അപ്പൊ കറണ്ട് ഇയറിലെ ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം. പ്രീവിയസ് ഇയറിലെ നെക്സ്റ്റ് ഇയറിലെ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ഇനി അടുത്തത് സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31st March 2018. 31/3/18 കണ്ടോ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് സാലറി കൊടുത്തിരിക്കുന്നു. എൻഡ് ചെയ്യുന്ന ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ അത് ഏത് വർഷത്തെയാണ്? നെക്സ്റ്റ് ഇയറിലെ അല്ലേ? അതായത് ഇനി വരുന്ന വർഷത്തേലേ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതെന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള സാലറിയാണ് അല്ലേ? നെക്സ്റ്റ് ഇയറിലെ 8,000 രൂപയാണ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 8,000 ഇതിൽ നിന്ന് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം അല്ലേ? അപ്പൊ അത് മൈനസ് ചെയ്യണം. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആസ് ഓൺ 31/3/2017. ഔട്ട്സ്റ്റാൻഡിങ് സാലറിയാണ്. അപ്പൊ ഇവിടെ എന്താണ്? കുടിശ്ശികയാണ് അല്ലേ? അപ്പം 31/3/17 സാലറി കുടിശ്ശിക കിടക്കുന്നു. അതായത് ഈ ഡേറ്റ്, അതായത് ഇതിന്റെ തൊട്ട് മുന്നുള്ള ഡേറ്റ് ആണ് 31/3/17 എന്ന് പറയുന്നത് അല്ലേ? ആ ഡേറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഓപ്പണിംഗ് ഡേറ്റിൽ കുടിശ്ശിക കിടക്കുന്നു എന്ന് പറയുമ്പോൾ
ഈ ഡേറ്റിൽ സാലറി ഇനിയും കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ അത് ഏത് ഇയർലി ആണ്? ഇതിന് മുന്നേ ഉള്ള ഇയർലി അല്ലേ? അതായത് പ്രീവിയസ് ഇയറിലെ സാലറിയാണ് ഈ 17,000 രൂപ ഇനിയും കൊടുക്കാനുള്ളത് അല്ലേ? അപ്പം അത് പ്രീവിയസ് ഇയർലി ആണ്. അപ്പോൾ ഈ 17,000 എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം അല്ലേ? നെക്സ്റ്റ്, ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആസ് ഓൺ 31 March 2018. 31/3/2018 കുടിശ്ശിക ഇനത്തിൽ ഇനിയും 32,000 രൂപ കൊടുക്കാനുണ്ട്. 31/3/2018 കുടിശ്ശികയാണ്. നോക്കിക്കേ, ഈ ഡേറ്റിലെ കുടിശ്ശികയാണ്. നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന ഡേറ്റിൽ ഇനിയും സാലറി കുടിശ്ശിക കിടക്കുക എന്ന് പറയുമ്പോൾ അത് ഏത് ഇയർലി ആണ്? നമ്മുടെ ഈ ഇയർലി അല്ലേ? കറണ്ട് ഇയർലി അല്ലേ? അപ്പോൾ ഇത് കറണ്ട് ഇയർലി ആണ്. ഇത് എന്ത് ചെയ്യേണ്ട ഐറ്റമാണ്? ആഡ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പം നമുക്ക് ഓരോന്നും എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇനി നമുക്കതിൻ്റെ കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാന്ന് നോക്കിക്കേ. ഇപ്പൊ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയറിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ 17-18 എത്രയാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ? 87,000. അതിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതെല്ലാം ആദ്യം ആഡ് ചെയ്യുക. അതിനുശേഷം ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ലെസ് ചെയ്യുക. ഇപ്പൊ ഇവിടെ ആഡ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31 March 2017. അതെന്ന് പറഞ്ഞ കറണ്ട് ഇയർലി ആണ്. 19,000. അപ്പൊ അതെന്ത് ചെയ്യുന്നു? ആഡ് ചെയ്തിരിക്കുന്നു. അതുപോലെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആസ് ഓൺ 31 March 2018. അതും കറണ്ട് ഇയർലി ആണ്. 32,000. അതും ആഡ് ചെയ്തിരിക്കുന്നു. അത് രണ്ടും കൂടി ചേർത്തുള്ള എമൗണ്ട് 1,38,000. ഇനി അടുത്തത് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 31/3/2018 ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. അത് ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ് ഈ 8,000. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ആസ് ഓൺ 31 March 2017 17,000 ഉണ്ട്. അത് പ്രീവിയസ് ഇയർലി ആണ്. അതും ഡിഡക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് രണ്ടും കൂടി ടോട്ടൽ ചെയ്ത് ഇതിൽ നിന്ന് ഇത്രയും ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 1,13,000 രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ സാലറി ഇനത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എ സ്കോർ ക്വസ്റ്റ്യൻ നോക്കാം. ഫോളോവിങ് ഈസ് ദ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഓഫ് ടാഗോർ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഫോർ ദ ഇയർ എൻഡഡ് 31 March 2018. 2018 മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോഴുള്ള ടാഗോർ ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണ് ചുവടെ നൽകിയിരിക്കുന്നത്. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 31 March 2018. നമുക്ക് ആദ്യം ഇതിന്റെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ഒന്ന് നോട്ട് ചെയ്തേക്കാം. 31 March 2018 എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരംഭിക്കുന്നത് എന്നായിരിക്കും? 1 April 2017 അല്ലേ? കറണ്ട് ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 April 2017, എൻഡ് ചെയ്യുന്നത് 31 March 2018. ഇനി ഓരോ ഐറ്റംസും വായിച്ചു നോക്കാം. ഈ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നിന്നും എന്തൊക്കെയാണ് ഇൻകംസ്, എക്സ്പെൻസസ് ഏതൊക്കെ, അസറ്റ്സ് ഏതൊക്കെ, ലയബിലിറ്റീസ് ഏതൊക്കെ, ഇതൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ബാലൻസ് ബ്രോട്ട് ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ് ആണ് അല്ലേ? അതായത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്ന ഡേറ്റിൽ ഈ ക്ലബിന്റെ കയ്യിൽ മിച്ചമുള്ള ക്യാഷ് ആണ് 4,700. ഇത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ അസറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റം ആണെന്ന് നമുക്കറിയാം. നെക്സ്റ്റ്, സബ്സ്ക്രിപ്ഷൻ. നമുക്കറിയാം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ റവന്യൂ റെസിപ്റ്റ് ആണ് അല്ലേ? ഇത്തരം ക്ലബ്ബുകളുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ്. അപ്പം നമ്മൾ ഇത് എന്തായിട്ട് എഴുതേണ്ടതാണ്? ഇൻകം ആണ് അല്ലേ? ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഇതെന്ത് റെസിപ്റ്റ് ആണ്? ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ് അല്ലേ? ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതണോ? വേണ്ട, ഇത് ബാലൻസ് ഷീറ്റിൽ പോകേണ്ട ഐറ്റമാണ്. നെക്സ്റ്റ്, ഡൊണേഷൻ. ഡൊണേഷൻ ഇവിടെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും പറയുന്നില്ല. അപ്പം നമുക്കിതിനെ ജനറൽ ഡൊണേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്ത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് കണ്ടുകൊണ്ട് ഇൻകം ആയിട്ട് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാം. ഇനി നമുക്കിവിടെ അഡീഷണൽ ഇൻഫോർമേഷൻ ആകും ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ഇതൊരു 12,500 rupees ഉണ്ട്. അപ്പോൾ ഇതിനെ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടും വേണമെങ്കിൽ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊരു നിർദ്ദേശവും ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് ആ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള വിവരം ആ പ്രോബ്ലം ചെയ്തതിൻ്റെ അവസാനം ഫുഡ് നോട്ടായിട്ട് എഴുതി ചേർക്കുക. അതായത് ഹിയർ ഡൊണേഷൻ ഈസ് ട്രീറ്റഡ് ആസ് റവന്യൂ റെസിപ്റ്റ്. നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ഈ ഡൊണേഷൻ എടുക്കുന്നതെങ്കിൽ ആ ഇൻഫോർമേഷൻ നമ്മൾ ആ ആൻസറിൻ്റെ അടിയിൽ നമ്മളൊന്ന് ആ നോട്ടായിട്ടൊന്ന് കുറിച്ച് വയ്ക്കുക.
ഇനി അല്ല ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ഹിയർ ഡൊണേഷൻ ഈസ് ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ ഓരോ ക്ലബിൻ്റെ രീതി അനുസരിച്ച് അവർ ട്രീറ്റ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്കിത് ജനറൽ ഡൊണേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, ഇത് റവന്യൂ റെസിപ്റ്റ് ആയിട്ട് എഴുതി ഇൻകം സൈഡിൽ എഴുതി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഗവൺമെൻറ് ഗ്രാൻസ്. ഗവൺമെൻറ് ഗ്രാൻസ് എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇതൊരു ലൈബ്രറി ആണ് അല്ലേ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് 10,000 റുപ്പീസ് ഗ്രാൻഡ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇതെന്ന് പറയുന്നത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾക്ക് സ്കൂളൊക്കെ ആണെങ്കിൽ സ്കൂളിന് ഗവൺമെൻറ് ഗ്രാൻഡ് എല്ലാ വർഷവും മെയിൻ്റനൻസിനൊക്കെ കൊടുക്കാറുണ്ട്. അത് നമ്മൾ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കൂളല്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ ഗവൺമെൻറ് ഗ്രാൻഡ് ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതണ്ട കേട്ടോ. നെക്സ്റ്റ് സൺട്രി റെസിപ്റ്റ്സ്, പല വക ഇനത്തിൽ കിട്ടിയിരിക്കുന്ന റെസിപ്റ്റ്. അതെന്ന് പറയുന്നത് എന്താണ്, റവന്യൂ റെസിപ്റ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയും റെസിപ്റ്റുകളാണുള്ളത്. പേയ്മെൻറ്റ് സൈഡിൽ റെൻ്റ് എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതേണ്ടതാണ്. ഇലക്ട്രിസിറ്റി ചാർജ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ലെക്ചേഴ്സ് ഫീ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഓഫീസ് എക്സ്പെൻസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി 880 പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈ കൊല്ലം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം അഡീഷണൽ ഇൻഫോർമേഷനകത്ത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ കൺസ്യൂം ചെയ്ത പോർഷൻ വേണം എടുക്കാനായിട്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നും ഇല്ല എങ്കിൽ ഇത് മുഴുവൻ കൺസ്യൂം ചെയ്തതായിട്ട് അസ്യൂം ചെയ്യുന്നു. നെക്സ്റ്റ് ബുക്സ് 1 ഡിസംബർ 2017. ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അസറ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ബുക്ക് വാങ്ങിച്ചിരിക്കുന്നത് എന്നാന്ന് നോക്കിക്കേ, 1 ഡിസംബർ 2017 ആണ്. അപ്പോൾ ഈ ബുക്ക് നമ്മൾ ഡിസംബറിലാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഈ ബുക്ക് എത്ര മാസമാണ് അവിടെ ഉള്ളത്, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് അല്ലേ. അതായത് 4 മാസമാണ് ഈ ബുക്ക് നമ്മുടെ ഈ ഫിനാൻഷ്യൽ ഇയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പോകേണ്ടതാണ്. ഇനി ഇതിന് വല്ല ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിപ്രീസിയേഷൻ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് നോക്കാം അതുണ്ടോ എന്നുള്ളത്. നെക്സ്റ്റ് ഫർണിച്ചർ പർച്ചേസ്ഡ് ഓൺ 1 ഒക്ടോബർ 2017. അതുപോലെ ഫർണിച്ചറും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് 1 ഒക്ടോബർ 2017 ആണ്. അപ്പോൾ ഈ ഫർണിച്ചർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ എത്ര മാസമുണ്ട് ഇവിടെ, ഒക്ടോബർ തൊട്ടല്ലേ. അപ്പോൾ ഒക്ടോബർ 1 ആണ്. അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മന്ത് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫർണിച്ചർ ഈ ഫിനാൻഷ്യൽ ഇയറിൽ 6 മന്ത് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 1 വാങ്ങിച്ചത് അതുകൊണ്ട്. അപ്പോൾ അതും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പോകേണ്ടത് തന്നെ. പക്ഷേ ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആ ഡിപ്രീസിയേഷൻ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഡെബിറ്റ് ചെയ്യണം. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഇത് രണ്ടും ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പോകേണ്ടതാണെന്നും അറിയാം. ഇനി എന്താണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നോക്കിയേ. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആഫ്റ്റർ ദ ഫോളോയിങ് അഡ്ജസ്റ്റ്മെന്റ്സ്. താഴെ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയ ശേഷം നമ്മളോട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുമാത്രം പ്രിപ്പയർ ചെയ്താൽ മതി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മാത്രം തയ്യാറാക്കിയാൽ മതി. അതിനാണ് 8 മാർക്ക്. സബ്സ്ക്രിപ്ഷൻ സ്റ്റിൽ ടു ബി റിസീവ്ഡ് ആർ ₹500. എന്താ അതിൻ്റെ അർത്ഥം, സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ ഇനിയും 500 രൂപ കൂടി കിട്ടാനുണ്ട്. സ്റ്റിൽ ടു ബി റിസീവ്ഡ്, ഇനിയും സബ്സ്ക്രിപ്ഷൻ 500 രൂപ കൂടി കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ഈ വർഷം കിട്ടാനുള്ളതാണ്. അതല്ലേ ഇനിയും കിട്ടാനുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഈ 500 എന്ത് ചെയ്യണം, ഓൾറെഡി കിട്ടിയ എമൗണ്ട് റെസിപ്റ്റ് സൈഡിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇനി കിട്ടാനുള്ള 500 കൂടി ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ അത് ആഡ് ചെയ്യേണ്ട ഐറ്റം ആണെന്ന് മനസ്സിലായി. ഇനി ബട്ട് സബ്സ്ക്രിപ്ഷൻ ഇൻക്ലൂഡ് ₹800 ഫോർ ദ ഇയർ 2018-19. എന്നാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷനകത്ത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ തന്നിട്ടുള്ള ആ എമൗണ്ടിൽ 800 രൂപ എന്ന് പറയുന്നത് 18-19 നോക്കിക്കേ, നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 17-18 കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. 18-19 എന്ന് പറയുമ്പോൾ അത് ഏത് വർഷമാണ്, അടുത്ത വർഷത്തേക്കുള്ളതാണ് അല്ലേ. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് ഈ 800 എന്ന് പറയുന്നത്. അത് നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. അതുകൊണ്ട് ഈ 800 എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യണം അല്ലേ. ഈ 800 ഇൻകം സൈഡിൽ കിട്ടിയ എമൗണ്ടിൽ നിന്നും, സബ്സ്ക്രിപ്ഷൻ്റെ കിട്ടിയ എമൗണ്ടിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടതാണെന്ന് മനസ്സിലായി.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് മാത്രം തയ്യാറാക്കിയാൽ മതി. അപ്പം നമുക്കറിയാം ഇതൊക്കെ ബാലൻസ് ഷീറ്റിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പം ഇതിനകത്താണ് എങ്കിൽ ഇനിയും കിട്ടാനുള്ള ഈ 500 എന്ന് പറയുന്നത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ പോകേണ്ടതാണ്. ഇനി ഇവിടെ ഇൻകം അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നതാണ്. അത് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ പോകേണ്ടതാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ, അത് ലയബിലിറ്റി. നെക്സ്റ്റ് ബി, അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ലൈബ്രറി ഹാസ് ബിൽഡിംഗ് ₹50,000, ഫർണിച്ചർ ₹13,000 ആൻഡ് ബുക്സ് ₹17,500. ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ ആരംഭിക്കുന്ന ദിവസം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദി ഇയർ ഈ 1 April 2017 ഈ ലൈബ്രറിക്ക് 50,000 രൂപയുടെ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, 13,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, 17,500 രൂപയുടെ ബുക്കും ഇരിപ്പുണ്ട്. അപ്പം ഇത്രയും അസറ്റുകൾ ഉണ്ടെന്നാണ് അല്ലേ. സി, പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ അറ്റ് ദ റേറ്റ് 10% ഓൺ ഫർണിച്ചർ ആൻഡ് 5% ഓൺ ബിൽഡിംഗ് ആൻഡ് ബുക്സ്. ഫർണിച്ചറിന് 10% ഡിപ്രീസിയേഷനും ബിൽഡിങ്ങിനും ബുക്കിനും 5% ഡിപ്രീസിയേഷനും പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഈ അസറ്റുകൾക്ക് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ ബുക്കിൻ്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കത് അവിടെ തന്നിട്ടുണ്ട്. ഓപ്പണിങ്ങിൽ എത്ര രൂപയുടെ ബുക്ക് ഇരിപ്പുണ്ട്? 17,500 രൂപയുടെ ബുക്ക് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുമ്പോൾ ഉണ്ട് അല്ലേ. അപ്പം അതാണ് ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് 17,500. നോക്കിക്കേ, ഈ ഓപ്പണിങ്ങിലുള്ള അസറ്റ്സിനെല്ലാം ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം വേണ്ടേ? അത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുമ്പോൾ മുതൽ അവസാനം വരെയും അതുണ്ട്. അപ്പോൾ അതിനെല്ലാം 1 ഇയറിൽ ഫുൾ ഡിപ്രീസിയേഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓപ്പണിങ്ങിലുള്ള ബുക്കിന് 17,500 ഇൻറ്റു അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 5% 5/100. അപ്പോൾ എത്ര വരും? 875. ഇനി ഇത് കൂടാതെ ഈ ഓപ്പണിങ്ങിലുള്ള ബുക്ക് കൂടാതെ 1/12/17 അതായത് ഡിസംബർ 1-ാം തീയതി വീണ്ടും 15,000 രൂപയുടെ ബുക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. ഡിസംബർ 1-ാം തീയതി തൊട്ട് അപ്പം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ ബുക്ക് നമ്മൾ ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ 4 മാസമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എത്ര മാസത്തെ ഡിപ്രീസിയേഷനാണ് ഈ അഡീഷണൽ ബുക്ക് പർച്ചേസ് ചെയ്തിരിക്കുന്നതിന് കൊടുക്കേണ്ടത്? 4 മാസത്തെ അല്ലേ. അപ്പം അഡീഷൻസ് ബുക്കിൻ്റെ വീണ്ടും വാങ്ങിച്ചിരിക്കുന്നത്, അതായത് പേയ്മെൻറ്റ് സൈഡിൽ ഇവിടെ കിടക്കുന്നില്ലേ, അത് 15,000 രൂപയുടെയാണ് ബുക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അതിനും 5% ഡിപ്രീസിയേഷൻ. പക്ഷേ അതിനും 1 ഇയറിലെ കാൽക്കുലേറ്റ് ചെയ്യരുത്. എത്ര മാസത്തെ വേണം? 4 മാസത്തെ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 4 മാസത്തെ കാണാൻ എന്ത് ചെയ്താൽ മതി? 4/12 ഇട്ടാൽ മതി അല്ലേ. അപ്പോൾ ഈ 15,000 രൂപയുടെ ബുക്കിന് 4 മാസത്തെ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 250 രൂപ വരും. അപ്പോൾ ബുക്കിൻ്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഈ 875 + 250 1125 എന്ന് കിട്ടും. ക്ലിയർ? ഇനി അതുപോലെ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ ഫർണിച്ചർ എത്ര രൂപയുടെ ഓപ്പണിംഗ് ഡേറ്റിലുണ്ട്? 13,000 രൂപയുടെ ഫർണിച്ചർ നമ്മുടെ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ ആ 13,000 രൂപയുടെ ഫർണിച്ചറിനും ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ കൊടുക്കണം. അത് ആ വർഷം മുഴുവൻ അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട്. ഇപ്പോൾ ഓപ്പണിംഗ് ഉള്ളതിന് ഫർണിച്ചറിൻ്റെ പെർസെൻറ്റേജ് 10 ആണ്. അപ്പം 13,000 × 10/100 എത്ര വരും? 1,300. ഇനി ഇത് കൂടാതെ വീണ്ടും ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ 1/10/17 വീണ്ടും ഫർണിച്ചർ 15,000 രൂപയുടെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1/10 എന്ന് പറയുമ്പോൾ ഒക്ടോബർ 1 അപ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പം ഒരു 6 മന്ത് ഈ ഫർണിച്ചർ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച ഫർണിച്ചർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര മാസത്തെ ഡിപ്രീസിയേഷനെ കൊടുക്കാവുള്ളൂ? 6 മന്തിലെ ഡിപ്രീസിയേഷനല്ലേ കൊടുക്കാവുള്ളൂ. അപ്പോൾ അതിന് അഡീഷൻസിന് 12,000 × 10/100 × 6 മന്ത് ആയതുകൊണ്ട് 6/12. അപ്പോൾ എത്ര വരും? 600. അപ്പോൾ അങ്ങനെ ഫർണിച്ചറിൻ്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ 1,300 + 600 1,900. ഇനി അതുപോലെ ബിൽഡിങ്ങിന് 50,000 രൂപയുടെ ബിൽഡിംഗ് ആണ് ഓപ്പണിങ്ങിലുള്ളത്. പിന്നീട് നമ്മൾ ബിൽഡിംഗ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഈ 50,000 രൂപയുടെ ബിൽഡിങ്ങിനും 1 ഇയറിലെ ഡിപ്രീസിയേഷൻ, ബിൽഡിങ്ങിൻ്റെ റേറ്റ് 5% ആണ് 5/100 എത്ര വരും? 2,500. ഇപ്പോൾ എല്ലാ ഫിക്സഡ് അസറ്റ്സിൻ്റെ നമ്മളോട് പറഞ്ഞിട്ടുള്ളതിൻ്റെ എല്ലാം നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തു. ഈ ടോട്ടൽ ഡിപ്രീസിയേഷൻ, ഈ 3ൻ്റെയും ഡിപ്രീസിയേഷൻ എവിടെ വരണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ് അല്ലേ. ഇതിൻ്റെ ആൻസർ കീ നോക്കിയോളാം. കണ്ടോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഇൻകം സൈഡിൽ സബ്സ്ക്രിപ്ഷൻ ഓൾറെഡി കിട്ടിയിട്ടുള്ള എമൗണ്ട് 21,500. അതിൻ്റെ കൂടെ ഇനിയും കിട്ടാനുള്ള 500 ആഡ് ചെയ്തിരിക്കുന്നു. 800
എന്ത് ചെയ്തിരിക്കുന്നു, ഡിഡക്റ്റ് ചെയ്തിരിക്കുന്നു. അതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണല്ലോ. അപ്പോൾ 21,200 രൂപയാണ് ഇൻകം ആയിട്ട് ഈ കറണ്ട് ഇയറിലെ ഇൻകം ആയിട്ട് എഴുതേണ്ടത്. പിന്നെ സൺഡ്രി റെസീപ്റ്റ്സ് 1150 ഉണ്ട്. പിന്നെ ഡൊണേഷൻ റവന്യൂ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻകം ആയിട്ട് ഇവിടെ എഴുതാം. ഇനി റെന്റ് 6000 എക്സ്പെൻഡിച്ചർ സൈഡിൽ, ഇലക്ട്രിസിറ്റി, ലെക്ചർ ഫീസ്, ഓഫീസ് എക്സ്പെൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ആകെ ഡിപ്രീസിയേഷൻ നമ്മൾ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നല്ലോ. എത്രയാണ് ടോട്ടൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്? 3ന്റെയും കൂടെ ചേർത്ത് 5525 വരും. അത് മുഴുവനും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക. ഈ ഡൊണേഷൻ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ 34,880 വരും. അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ഇത്രയും എക്സ്പെൻഡിച്ചറുകൾ ഡിഡക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻസ്, അതായത് സർപ്ലസ് എന്ന് പറഞ്ഞാൽ 14,325 കിട്ടും. ഇനി നേരെ മറിച്ച് ഡൊണേഷൻ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇവിടെ ഇൻകം സൈഡിൽ 22,350 അത് തന്നെ ഇങ്ങോട്ടും എഴുതുന്നു. അതിൽ നിന്ന് ബാക്കിയുള്ള എക്സ്പെൻഡിച്ചറുകളെല്ലാം ഡിഡക്റ്റ് ചെയ്തെന്നാൽ സർപ്ലസ് എന്ന് പറഞ്ഞാൽ 1,825 കിട്ടും. അപ്പോൾ അത് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. കണ്ടോ, ആൻസർ കീഴിൽ തന്നിട്ടുണ്ട്. ഗീവ് മാർക്ക് ഇഫ് ഡൊണേഷൻ കൺസിഡർ ആസ് ആൻ ഇൻകം. ഇപ്പൊ ഡൊണേഷൻ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്തെന്നാലും മുഴുവൻ മാർക്കും കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു. ദെൻ സർപ്ലസ് വിൽ ബി 14,325. അപ്പൊ നമുക്ക് 14,325 ആയിരിക്കും സർപ്ലസ് കിട്ടുന്നതെന്ന്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത ശേഷം അതിൻ്റെ താഴെ ഫുട് നോട്ടായിട്ട് കൊടുത്തേക്കുക. നിങ്ങളതിനെ റവന്യൂ റെസിപ്റ്റ് ആയിട്ടാണോ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണോ ട്രീറ്റ് ചെയ്തതെന്നുള്ള വിവരം അതിൻ്റെ അടിയിൽ ചെറിയൊരു കുറിപ്പായിട്ട് കാണിച്ചു വെക്കുക. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.